ഹായ് നമസ്കാരം കൂട്ടുകാരെ. ഇന്നലെ തന്നെ നമുക്ക് ഇന്നൊരു സ്ഥലം വരെ പോകണമെന്ന് പറഞ്ഞ് കിടത്തി ഉറക്കിയത് കൊണ്ട് തന്നെ വെളുപ്പിന് 4 മണിക്ക് എഴുന്നേറ്റ് കുളിപ്പിച്ച് രണ്ടുപേരെയും ഒരുക്കി ഞാനും അമ്മയും ചേച്ചിയും കുഞ്ഞുങ്ങളുമായിട്ട് രാവിലെ 5:15 ഫസ്റ്റ് ബസ്സിൽ ഇവിടെ നിന്ന് തമ്പാനൂരിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. തമ്പാനൂരെത്തി എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം മണ്ടയ്ക്കാട് അമ്മയെ കാണാൻ വേണ്ടിയിട്ടാണ്. എല്ലാ വർഷവും മുടങ്ങാതെ ഇവിടുന്ന് പോകുന്നവരാണ് നമ്മൾ. ഈ വർഷം നമ്മളത് ബസ്സിലാണ്. ബസ് ഫുള്ളായാൽ മാത്രമേ, ഇഷ്ടം പോലെ ബസ്സുണ്ട് കേട്ടോ, അങ്ങനെ ഫുള്ളായാൽ മാത്രമേ അവിടെ നിന്ന് എടുക്കത്തുള്ളൂ. അങ്ങനെ നമ്മൾ രാവിലെ വെളുപ്പിന് 7:15 തന്നെ മണ്ടയ്ക്കാടെത്തി. അവിടുത്തെ ഏറ്റവും വലിയ പ്രിയപ്പെട്ട ഒരു സംഭവമാണ് ഈ ആൾമുഖങ്ങളും അമ്മയ്ക്ക് വഴിപാടുമായിട്ടുള്ള. അങ്ങനെയുള്ള കച്ചവടക്കാരൊക്കെ രാവിലെ 7:15 തന്നെ സ്റ്റാർട്ട് ചെയ്തു. അവിടെയുള്ള പ്രത്യേകതകളാണ് ഇങ്ങനെയുള്ള പൂച്ചട്ടികളും പ്ലാസ്റ്റിക്കിൽ ഉണ്ടാക്കിയിരിക്കുന്ന പല പല ഡെക്കോ സാധനങ്ങൾ എല്ലാം കെട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇതെനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഈ പൂക്കൾ ഭയങ്കര രസമാണ് കാണാനായിട്ട്, ശരിക്കും ഒരു പൂന്തോട്ടത്തിലെത്തിയതുപോലെ. നമ്മളിത് അവിടെ ഭയങ്കര ത്രില്ലിലാണ് കേട്ടോ. 2 കുഞ്ഞുങ്ങൾ നല്ല ത്രില്ലിലാണ്. രാവിലത്തെ ഒരു മുഷിവോ കാര്യങ്ങളൊന്നും ഇല്ലാതെ കച്ചവടങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. 7:15 ഉള്ളൂ. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. വിജയുടെ ഇലക്ഷനുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള പോസ്റ്ററും കാര്യങ്ങളും. 2 പേരും വല്യമ്മയുടെ കൈയും പിടിച്ച് അങ്ങ് നടക്കുവാണ്. സീനൊക്കെ കാണാൻ ഇവിടുത്തെ പലഹാരങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. നമ്മൾ ആദ്യം കാണുന്നതാണ് ഈ ശിവപാർവതി ക്ഷേത്രം. അതും കടന്ന് രാവിലെ എന്തോ വലിയൊരു സംഭവം അവിടെ ഉണ്ടെന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഓട്ടമാണ്. 2 പേരും ഓടുകയാണ്. ഈ കളിപ്പാട്ടങ്ങളൊക്കെ അവരുടെ കണ്ണിൽ പെടുന്നുണ്ടെങ്കിലും ഇതൊന്നും പെടാതെയാണ് ഈ മണ്ടക്കാട് അമ്മയെ കാണാനായിട്ടുള്ള എക്സൈറ്റ്മെൻറ്റ് 2 പേരും എത്തിയത്. നമ്മൾ 4 പേരും 5 പേരും കുഞ്ഞുങ്ങൾ ചേർന്ന് ഈ മണ്ടക്കാട് അമ്മയുടെ നടയിലെത്തി. വലിയ ഫോട്ടോഗ്രാഫിയൊന്നും പാടില്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള സീന് എനിക്ക് എടുക്കാൻ പറ്റി. അവിടെയുള്ള ഒരു ഏറ്റവും വലിയൊരു വഴിപാടാണ് ഈ ഒരു മാലാഡു, അതുപോലെ ലഡ്ഡു. അത് അമ്മ സ്ഥിരമായിട്ട് മേടിക്കുന്നത് പോലെ തന്നെ ഈ പ്രാവശ്യം മേടിച്ചു. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ തൊഴുതിറങ്ങി. ഭയങ്കര ബ്ലെസ്ഡാണ് കേട്ടോ. എല്ലാ വർഷവും കാണുന്ന മണ്ടയ്ക്കടമ്മ ഈ വർഷം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അങ്ങനെ അമ്മാമ്മയുടെ തോളിലേറി അങ്ങ് പോവുകയാണ്. അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വലിയ നിർബന്ധങ്ങളൊന്നും ഇല്ലാത്ത കുഞ്ഞാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും മേടിച്ചു കൊടുത്താൽ അവർ റെഡിയാണ്. പിന്നെ ആൺകുഞ്ഞായതുകൊണ്ട് അവനൊരു ലോറി അത് മസ്റ്റാണ്. അങ്ങനെ എല്ലാം മേടിച്ചു കൊടുത്തു. അവന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ, അതായത് കമ്മല് കാര്യങ്ങളൊക്കെ അങ്ങനെ എല്ലാം മേടിച്ച് നമ്മൾ ഇവിടെ നിന്ന് തിരിഞ്ഞു. ബീച്ചിലൊന്നും പോകാൻ പറ്റില്ല, അവിടെയുള്ള ബീച്ചിലൊന്നും. പിന്നെ ഇത് വലിയ നിർബന്ധമായിട്ടുള്ള അമ്മയുടെ കാര്യമാണ്. എവിടെ പോയാലും കുഞ്ഞുങ്ങൾക്കുള്ള ഇഡലിയും കറികളും മേടിക്കുക. അതിൻ്റെ ഒരു എനർജി അവർക്ക് കിട്ടിയതുപോലെ തന്നെ ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ കിടന്ന്. ഞാനെല്ലാം നോക്കിക്കോളാം എന്നുള്ള ഒരു ഭാവത്തിലാണ് ഇള ബാഗും തൂക്കി അവിടെ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ അവൾക്കുള്ള കാര്യങ്ങളും എല്ലാം എടുത്തു. അമ്മയുടെ കത്തി കാര്യങ്ങളൊക്കെ മേടിച്ചു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് റെഡിയായിട്ട് അടുത്ത് പുറപ്പെടാൻ പോവുകയാണ് നമ്മുടെ വീട്ടിലോട്ട്. എല്ലാം നല്ല രസമായിട്ട് നമുക്ക് തൊഴാൻ പറ്റി. അങ്ങനെ അവിടെ നിന്ന് തന്നെ ഒരു 10 മണിക്ക് ശേഷം നമുക്ക് അവിടെ നിന്ന് ബസ്സിൽ കയറി തമ്പാനൂരെത്തി. ടാറ്റാ, ബൈ ബൈ.